മത്സര പരീക്ഷയ്ക്ക് തെറ്റ് സംഭവിക്കുക എന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു ചോദ്യത്തിനാണ് അതേ തെറ്റ് സംഭവിക്കുന്നതെങ്കിൽ അത് നമുക്ക് മനസ്സിലാകാതെ അതിൻ്റെ മേൽ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അത് വളരെ വലിയ ഒരു ആപത്താണ്. ഇത്തരം ഒരു കാര്യം PSC പരീക്ഷകൾക്ക് പലപ്പോഴും നടക്കാറുണ്ട്, എസ്പെഷ്യലി മാത്തമാറ്റിക്സിന്റെ കേസിൽ. എന്നാൽ അത്തരം ഒരു അനുഭവം ഇനി അങ്ങോട്ടുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പോകുന്ന പരീക്ഷകളിൽ വരാൻ പാടില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം തെറ്റായ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന് മനസ്സിലാക്കാം, അത്തരം ചോദ്യങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്. ഒന്നുമില്ല, ഒറ്റ മറുപടി: അത്തരം ചോദ്യങ്ങളെ സ്കിപ്പ് ചെയ്യണം. പക്ഷേ സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യങ്ങളാണോ എന്ന് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? അത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഴിഞ്ഞ കാലത്തെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജേഷ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. കൂട്ടുകാരാ, രക്ഷപ്പെടണ്ടേ? അപ്പൊ പോരെ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. 7 ഗുണം 8 ബൈ 12 ഇൻറ്റു 14 പ്ലസ് 3 സ്ക്വയർ, 3ന്റെ സ്ക്വയർ. ഒരു LGS ലെവലിൽ ചോദിച്ച ചോദ്യമാണിത്. ഈ ചോദ്യത്തെ സംബന്ധിച്ച് അന്ന് ഉദ്യോഗാർത്ഥികളെല്ലാം ചോദ്യം കാണുമ്പോൾ എളുപ്പം ചെയ്തു തുടങ്ങി, എന്നാൽ ഒരു ഉത്തരം കിട്ടി, കൺഫ്യൂഷൻ. ഇത്തരം ഒരു സാഹചര്യമാണ് 10ൽ 8 ആളുകളും നേരിട്ടത്. രണ്ടുപേരെന്താണെന്നല്ലേ, രണ്ടുപേർ ചെയ്യാതെ ചിലപ്പോൾ അത് വിട്ട് കാണും, അറിയാൻ വയ്യാത്തത് കൊണ്ട്. ആ 8 പേരിൽ ഉത്തരം എഴുതിയത് അല്ലെങ്കിൽ കൃത്യമായ തീരുമാനം എടുത്തത് ഒരാള് അല്ലെങ്കിൽ രണ്ടാള് അങ്ങേയറ്റം. അപ്പോൾ ഇവിടെ എന്താണ് ഈ ചോദ്യം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് റീകളക്ട് ചെയ്തോട്ടെ. ബോട്ട് മാസ് എന്ന് പറയുന്നത്, ഇതിനെ പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ബ്രാക്കറ്റ്, ഇത് ബ്രാക്കറ്റ്, പിന്നെ ഇത് ഓഫ്, ഇത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇത് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്ന് എനിക്ക് ധാരണയുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു വസ്തുത, എന്താണ് ഓഫ് എന്ന് പറയുന്നത്? എടാ, ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനെ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നതാണ് ഓഫ്, ഓ ഫോർ ഓഫ്. ഇനി അല്ല എങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഓക്ക് മറ്റൊരു അർത്ഥം കൂടി ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വിശകലനം കൂടിയുണ്ട്. എന്താണ്? പവറുകൾ വന്നാൽ അതിനെ ഓ എന്നാണ്, ഓ എന്ന ഓർഡറിനകത്ത് ഉൾപ്പെടുത്തും. അതായത് പവറുകൾ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിന് ശേഷം ആദ്യം പരിഗണിക്കേണ്ടത് പവറുകൾ ഉണ്ടെങ്കിൽ പവറുകളെ ആയിരിക്കണം. ഓക്കെ ആണല്ലോ? ഇനി ഇതൊന്നുമല്ല, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരൊറ്റ ചിന്താഗതി പലപ്പോഴും നമ്മൾക്ക് തെറ്റായ ഉത്തരം നൽകും. കാരണം ഈ ഓരോ കൃത്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ദിശയിലാണ്? ഇടത്തു നിന്നു വലത്തേക്ക്, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന ഓർഡറിൽ വേണം ഇത് ചെയ്യാൻ. ഇതാരും അങ്ങനെ പറയാറില്ല. കാരണം നമ്മൾ വിചാരിക്കും, ഇപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ഞാൻ പറഞ്ഞു തരാം, ഇങ്ങനെ എഴുതിയിരിക്കുന്ന 10 മൈനസ് 6 പ്ലസ് 12. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ബോട്ട് മാസ് അല്ലേ, ബോട്ട് മാസ് ആവുമ്പോ എന്ത്, ആദ്യം ആഡ് ചെയ്യണം. നമ്മുടെ ക്രമം വെച്ച് നോക്കുമ്പോ അഡീഷൻ, സബ്ട്രാക്ഷൻ. ശരി, ഞാൻ എന്ത് ചെയ്യുന്നു? 6ഉം 12ഉം കൂട്ടിയാൽ എന്ത് കുഴപ്പം? അഡീഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വരും? 6ഉം 12ഉം കൂടെ 18 എന്ന് വരും. പിന്നെ ഈ മൈനസ് ഇവിടെ ഇട്ടു, 10 എന്ന് ഇട്ടു. 10 മൈനസ് 18 മൈനസ് 8. ഇതല്ലേ കറക്റ്റ്? ഇതാവണം കറക്റ്റ്, ഇതായിരിക്കണം കറക്റ്റ് എന്ന് നമ്മൾ വിചാരിച്ച് അത് കറപ്പിക്കും. പടലം തെറ്റും. എടാ, തെറ്റും തെറ്റും തെറ്റും. എന്താണ് ഇവിടെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ബോട്ട് മാസ് സ്കൂളിൽ പഠിക്കുമ്പോഴും ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ്. ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല, ഗണിത ചിഹ്നങ്ങളും സംഖ്യകളും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ? അഡീഷൻ, സബ്ട്രാക്ഷൻ എന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ചെയ്തു വരുമ്പോൾ ഇവിടെ എന്ത് കിടപ്പുണ്ട്? ആദ്യം സബ്ട്രാക്ഷൻ ആണ് കിടക്കുന്നത്. അപ്പൊ അതിന് ആദ്യ പരിഗണന കൊടുക്കണം. ക്ലിയർ ആണല്ലോ? അതായത് ഓർഡർ അല്ല ഞാൻ പറഞ്ഞ, ഇങ്ങനെ ചെയ്തു വരണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതിന്റെ ഇടയിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ആദ്യ പരിഗണന ഏതാണോ, ആദ്യം കിടക്കുന്ന ഏതാണോ അതിന് ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റ് എന്ന ഓർഡറിൽ മുമ്പോട്ട് പോകണം എന്നുള്ളത് ചിന്തിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 10ൽ നിന്ന് 6 പോയാൽ 4, പിന്നെ പ്ലസ് ഇട്ടു 12. അപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ 16 എന്ന് ഉത്തരം വരും. ഓക്കെ ആണല്ലോ? ഒരു കാര്യം മനസ്സിലാക്കുക, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യുമ്പോൾ ആ ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡർ നോക്കില്ല. അഡീഷനും സബ്ട്രാക്ഷനും അവന്മാരും അല്ലെങ്കിൽ സംഖ്യകളും മാത്രമുള്ളപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന ഓർഡറിൽ അത് ചെയ്യണം. കൃത്യമാണ്, കറക്റ്റ് ആണ്, വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആ ഓർഡർ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്, അതായത് നമ്മൾ ഇന്ത്യൻ നമ്പർ സിസ്റ്റം സമ്പ്രദായത്തിൽ ചെയ്തു പോകുന്ന ആ രീതി അങ്ങ് ഫോളോ ചെയ്യണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്, സെറ്റ് ആണ്? അപ്പൊ ഓക്കെ. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, 7 ഗുണം 8 ബൈ 12 ഇൻറ്റു 14 പ്ലസ് 3ന്റെ സ്ക്വയർ.
നമുക്ക് ബോട്ട് മാസ് വെച്ച് നോക്കുമ്പോൾ ഇത് എന്ത് വരും? ഇവിടെ 9ന്റെ സ്ക്വയർ വരും. ഇനി എന്താണ് അതിനുശേഷം ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അത് നോക്കുക, ഞാൻ ഇവിടെ ഓർഡർ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, അയ്യോ ഇവിടെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അല്ലല്ലോ ചെയ്തേ, ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇടയ്ക്കുള്ള ഡിവിഷനുകൾ കാര്യങ്ങൾ അതേപോലെ ചെയ്തിട്ട് നേരെ താഴേക്ക് എഴുതുകയാണ്, ഞാൻ തീർത്ത് വരികയല്ല. ഇത് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു ഗണിതക്രിയയുടെ അവസാനം എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനമൊക്കെ നമ്മൾ കാണുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 4 എന്ന് വരും. ഇവിടെ 7 ഉണ്ട്, ഗുണം ചെയ്തു. ഇവിടെ ഗുണം 14 പ്ലസ് 9 എന്നാണ് കേട്ടോ, 9. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 7 ഗുണം 14, 4 ഗുണം 14, അതിന്റെ കൂടെ 9 കൂട്ടുന്നു. ഒരു കാരണവശാലും ഈ ഓപ്ഷന് തന്നിരിക്കുന്ന ഒരു സംഖ്യകളും വരില്ല. കാരണം എന്താണ്? വളരെ വലിയൊരു സംഖ്യയാണ് വരിക അല്ലെ. ഇത് എത്ര വരും? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 28 ഗുണം 14 പ്ലസ് 9 എന്ന് വരും. ഇത് ചെയ്തു നോക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് 392ഉം 28 ഗുണം 14 392ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാന്ന് കിട്ടും? 401 എന്നായിരിക്കും കിട്ടുന്നത്. ഇത് ചെയ്ത് നോക്കാൻ നിങ്ങൾ നിൽക്കണോ? വേണ്ട. ഇവിടെ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇത്തരം വലിയൊരു കാര്യം, ഇത്തരം വലിയൊരു ഉത്തരം നമ്മുടെ എവിടെ ഇല്ല? ഈ ചോദ്യത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഈ ഉത്തരം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ക്യാൻസൽ ആണ്, ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാൻ പറ്റിയാൽ പോലും നിങ്ങളുടെ സമയം അവിടെ ലാഭിക്കും. വാശി പിടിച്ച് ചിലർ പറയും ഞാൻ ഇതിന്റെ ഉത്തരം കണ്ടെത്തിയിട്ടേ പോകൂ, അവിടെ നഷ്ടപ്പെടുന്ന സമയമാണ്. മാത്സ് എന്നത് സമയം കൂടി നിങ്ങളുടെ അളക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അളക്കുന്ന ഒരു വിഭാഗമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദാ നോക്കുക, ഇത് കഴിഞ്ഞ പ്രീവിയസ് ഇയർ കമ്പനി ബോർഡ് LGSന്റെ ചോദ്യപേപ്പറാണ്. ബോട്ട് മാസിന്റെ 3 ചോദ്യങ്ങളാണ് ആ പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. ബോട്ട് മാസിന്റെ അടുത്ത ഒരു ചോദ്യം, വീണ്ടും പവർ വരുന്ന ചോദ്യം, 7ന്റെ സ്ക്വയർ ഇൻറ്റു 2 ബൈ 2 ഇൻറ്റു 7 എന്നതാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? ഇവിടെ പവർ ഉണ്ട്. പവറിനെ ആദ്യം എഴുതാം. എത്ര വരും? ഇവിടെ 49 ഇൻറ്റു, ഇനി എന്താണ്? ഇതാ ഇവിടെ ഡിവിഷൻ ഉണ്ട്. ഇൻറ്റും ഡിവിഷനും ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനെ ആദ്യം പരിഗണിക്കുക. അത് കഴിഞ്ഞ് ഓഫ് ഉണ്ടെങ്കിൽ ഓഫിനെ ആദ്യം പരിഗണിക്കുക. അത് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷനെ പരിഗണിക്കുക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. അഡീഷനും സബ്ട്രാക്ഷനും മാത്രം വരുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യണമെന്നുള്ള കാര്യം ചിന്തിക്കുക. ഇത്രയും കാര്യം ബോട്ട് മാസിനെ സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ എന്ത് വരും? 2/2 എന്നാന്ന് വരും? 1 എന്ന് വരും ഇൻറ്റു 7. അപ്പൊ എന്താ വരുന്നത്? 49 ഗുണം 7 എന്ന് വരും. 49 ഗുണം 7 ഈ ഓപ്ഷനിലെ ഏതെങ്കിലും ഒരെണ്ണം വരാനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം 343 അഥവാ 7ന്റെ ക്യൂബാണ്. 49 പറഞ്ഞാൽ 7 ഗുണം 7 ഇൻറ്റു 7, 343 എന്നാണ് ഉത്തരം വരുന്നത്. അത് ഈ പ്രദേശത്ത് എങ്ങും കാണാനില്ല. അപ്പൊ അവിടെയും ക്യാൻസൽ ആകും. അപ്പൊ ഇവിടെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കണം, എടാ 49 ഗുണം 1 49 ഗുണം 7 വരൂലല്ലോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. ഇവിടെ ഇത് 1 വന്നു, ഇത് 49 ഇൻറ്റു 1 ഇൻറ്റു 7. ഒരു കാരണവശാലും ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അതൊന്നും ആകാനുള്ള യോഗ്യത ഇവിടുത്തെ ഉത്തരത്തിനില്ല. ഇനി എന്റെ ചോദ്യം, ഈ ചോദ്യം കൃത്യമായിട്ട് ചോദിച്ചിരുന്നു എങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്? ഇവിടെ എന്താണ് പറ്റിയത്? ചോദ്യകർത്താവിന് വന്ന ഒരു പിഴയോ അല്ലെങ്കിൽ ടൈപ്പിങ്ങിൽ വന്ന എററോ ആയിരിക്കാം. പക്ഷേ ഇവിടെ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നാൽ ഈ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. ഇങ്ങനെ എത്താനായിട്ട് സാധിക്കും. 7ന്റെ സ്ക്വയർ ഗുണം 2/2. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുന്നു. എന്നിട്ട് ഈ പറയുന്ന ഇവിടെ എന്താണ് ചെയ്തത്? ഇതിനെ ഒരു ബ്രാക്കറ്റ് ഇട്ടു, ഈ ഇൻറ്റുവിനെ ഡിവിഷൻ ആക്കി. ഇനി നിങ്ങൾ നോക്കുക, 7ന്റെ സ്ക്വയർ 49 ഗുണം 2/2 1 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. 49 ഇൻറ്റു 1 49 വരും. 49/7 7 എന്ന് ഉത്തരം കിട്ടും. അത് അവിടെ കിടപ്പുണ്ട് ഓപ്ഷൻ എ ആയിട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ തൊട്ടു മുമ്പത്തെ ചോദ്യത്തിലും അതേപോലെ കറക്റ്റ് ആയിട്ട് വരില്ലേ സാറേ എന്നുള്ളത്? അവിടെയും കൃത്യമായിട്ട് വരും. ഇവിടെ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഇവിടെ ഇങ്ങനെ 7 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 2 എന്നിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. അതിനെ 14 കൊണ്ട് ഹരിച്ചിട്ട് 9 അവിടെ കൂട്ടുന്നു. 14 കൊണ്ട് ഹരിച്ചിട്ട് 9 അവിടെ കൂട്ടുന്നു. ഇവിടെ എത്ര വരും നമുക്ക് നോക്കാം. ഇവിടെ 8/2 എന്ന് പറയുമ്പോൾ 4 എന്ന് വരും. അപ്പൊ 7 ഗുണം 4 ഡിവൈഡഡ് ബൈ 14 പ്ലസ് 9 എന്ന് വരും. അതിന് വീണ്ടും എങ്ങനെ എഴുതാം? ഇവിടെ 28/14 പ്ലസ് 9 എന്ന് വരും. ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 28/14 എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. 2 പ്ലസ് 9 എത്ര എന്ന് വരുന്നു? 11 എന്ന് വരും. ആ 11 ഇവിടെയുണ്ട്, ഓപ്ഷൻ ബി. അപ്പൊ ആ ചോദ്യം വരുന്ന ശൈലിയിൽ ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു ബ്രാക്കറ്റിന്റെ മിസ്സിങ്, ഒരു ഡിവിഷൻ മാറിയാൽ, ഒരു മൾട്ടിപ്ലിക്കേഷൻ മാറിയാൽ ചോദ്യം അപ്പാടെ മാറും, ഉത്തരം കിട്ടില്ല. അപ്പൊ ഇത്തരം ഒരു അബദ്ധമാണ് ചോദ്യകർത്താവിനോ അല്ലെങ്കിൽ പ്രിന്റിങ്ങിലോ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും മുമ്പോട്ട് വരാം. അടുത്ത ഒരു ചോദ്യം, ഇവിടെ ചോദ്യത്തിൽ തെറ്റൊന്നുമില്ല കേട്ടോ, ചോദ്യത്തിൽ തെറ്റൊന്നുമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക,
ഒരു തെറ്റായ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പല ആംഗിളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ശൈലി മാറ്റുക, അതിനെ അവധിക്ക് വെക്കുക, ബാക്കി ചോദ്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരിക, ഒരിക്കൽ കൂടി ചെയ്യുമ്പോൾ വീണ്ടും അതേ ഉത്തരം തന്നെ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ തന്നെ കൃത്യമായി 3 തവണ കിട്ടുന്നുവെങ്കിൽ മനസ്സിലാക്കുക ആ ചോദ്യത്തിൽ എവിടെ ഒരു പാകപ്പിഴ ഉണ്ടാകണം. അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയാം, നിങ്ങൾ ചെയ്തത് കൃത്യമാണ്, എന്നിട്ടും ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ആ ചോദ്യത്തിൽ പിഴവുണ്ട്, അത് ക്യാൻസൽ ആകും, സമയം അവിടെ കളയരുത്. ഓക്കെ, ദാ നോക്കടാ അടുത്ത ഒരു ചോദ്യം. ഇവിടെ തെറ്റൊന്നുമില്ല കേട്ടോ. 1/2, 2/3, 3/4, 1/5 ഇത്തരം ഒരു ഫ്രാക്ഷൻസ് തന്നിട്ട് ഇവയെ ആരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന രീതിയിൽ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ പല രീതിയിലുള്ള ടെക്നിക്കുകളുണ്ട്. എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 എണ്ണം എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഛേദത്തിൽ അഥവാ ന്യൂമറേറ്ററിൽ അതിന്റെ ഗുണനഫലം എഴുതി ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് ചിലപ്പോൾ എല്ലാവർക്കും ഒക്കെ ദഹിച്ചെന്ന് വരില്ല. ഞാൻ ഇനി പറയാൻ പോകുന്നത് എല്ലാവർക്കും ദഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ന്യൂമറേറ്ററിൽ എല്ലാം ഓരോ 0 ഇട്ട് കൊടുക്കുക. അതായത് ഈ 2 എന്നത് 20 ആകും, 20/3. ഇനി അടുത്തത് 30/4 എന്നാകും, അടുത്തത് 10/5 എന്നാകും. എന്താണ് ചെയ്തത്? ഈ ന്യൂമറേറ്ററിൽ ഓരോ എടുത്തും എന്തിട്ട് കൊടുത്തടാ? ഞാൻ ഓരോ 0 ഇട്ട് കൊടുത്തു. 10, 20, 30, 10. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ വേറെ ഒരു കൺഫ്യൂഷനും വിചാരിക്കേണ്ട. ഇവിടെ ആ 0 ഇട്ട് കൊടുത്തതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട, കൺഫ്യൂഷൻ ആക്കി സമയം കളയണ്ട. ഞാനത് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇതിന്റെ ഉത്തരം നമുക്ക് എഴുതിയിട്ടത് പറയാം. 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. 20/3 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും? 20നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 3, 18. 18 അപ്പം 6 പോയിന്റ് സംതിങ് എന്ന് വരും അല്ലേ? 6 പോയിന്റ് സംതിങ്. അത് നിങ്ങൾ പേടിക്കേണ്ട, 6 പോയിന്റ് സംതിങ് എന്നുള്ളത് കിട്ടി. ഓക്കെ ആണ്. 30/4 എന്ന് വരുമ്പോൾ എത്ര വരും? ഇപ്പൊ 4ന്റെ ഗുണന പട്ടിക പറയുകയാണെങ്കിൽ 7, 4, 28 ആണ്. 28 കഴിഞ്ഞിട്ടാണ് 30 വരുന്നത്. അപ്പൊ ഇത് 7 പോയിന്റ് എത്രയോ എന്നാണ് വരുന്നത്. ആയിക്കോട്ടെ. അടുത്തത് 10/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. നമുക്ക് ആരോഹണ ക്രമത്തിൽ എഴുതണം. ഈ 10/2, 20/3, 30/4, 10/5 ഇതിന്റെ എല്ലാം വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണ്. അതിനുശേഷം എന്താണ്? 5 ആണ്. അതിനുശേഷം വരുന്നത് എത്രയാണ്? 6 പോയിന്റ് ആണ്. അതിനുശേഷം വരുന്നത് എത്രയാണ്? 7 പോയിന്റ് ആണ്. അപ്പൊ ഇതാണ് ആരോഹണ ക്രമം എന്ന് പറയുന്നത്. അപ്പൊ 2ന് തുല്യമായ ഭിന്നസംഖ്യ ഏതായിരുന്നടാ? 1/5 എന്നതായിരുന്നു. 1/5. നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്താം. 1/5 തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. 1/5 തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ അനാവശ്യമായ പിടിവാശികൾ മാറ്റുക. കണക്കെന്ന് പറയുന്ന വിഷയം നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഫുൾ എഴുതി സോൾവ് ചെയ്ത് വരുന്ന നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ മുഴുവൻ ആൻസർ എഴുതി ഉത്തരത്തിലേക്ക് നോക്കാനായിരിക്കും നമ്മുടെ മനസ്സ് നമ്മളോട് എന്ത് പറയാ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക, മൊത്തം ചെയ്യടാ, മൊത്തം ചെയ്യടാ, മൊത്തം ചെയ്യടാ. മൊത്തം ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ നമുക്ക് ഉത്തരത്തിലേക്കുള്ള ലീഡ് കിട്ടി, ഉത്തരത്തിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ അനാവശ്യമായി സമയം കളയരുത് എന്റെ പ്രിയപ്പെട്ടവരെ. ഇനി വേണമെങ്കിൽ 5 എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ എന്താ? 1/2. 5ന് ശേഷം 1/2. ഇനി 6 പോയിന്റ് എന്ന് പറഞ്ഞാൽ 6ന് തുല്യമാണ്, 2/3 തുല്യമാണ്. പിന്നെ ഒരാളും കൂടെ ഉള്ളു, 3/4. ഇതാണ് എന്ത്? ആരോഹണ ക്രമം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചെയ്ത ഒരു കാര്യം ചിലർക്ക് സംശയം ഉണ്ടാകും, അതെന്തുകൊണ്ട് അവിടെ 0 ഇട്ടു, എന്നിട്ട് അത് എങ്ങനെ കറക്റ്റാ കിട്ടി എന്നുള്ളത്. അപ്പൊ ഇവിടെ ചെയ്യുന്ന കാര്യം ഇവിടെ ഒരു 0 കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു 10 കൊണ്ട് ഗുണിക്കുക, 10 കൊണ്ട് ഹരിക്കുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ഒരു 10 കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അതായത് ന്യൂമറേറ്റർ ഒരു 0 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 0 കിട്ടുന്നു. അപ്പൊ 10/20 എന്നാണ് വരുന്നത്. ഇത് എന്തിന് തന്നെ തുല്യമാണ്? 1/2 തന്നെ തുല്യമാണ്. 1/2 തന്നെ തുല്യമാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ കിട്ടിയ 1/2 എന്ന് പറയുമ്പോൾ എത്രയാ? 10/2 എന്ന് വരും, 5. 5നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? 0.5 എന്ന് വരും. എടാ 1/2 എന്ന് പറഞ്ഞാൽ 0.5 തന്നെയല്ലേ? അപ്പൊ ഈ 10നെ നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ 10 വലുതിനെ, അതായത് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ അടുക്കുമ്പോൾ ഈ ഡിവൈഡഡ് ബൈ 10 എന്നുള്ളത് പരിഗണിക്കേണ്ട, ബാക്കിയുള്ളത് നോക്കിയാൽ മതി. കാരണം അത് ദശാംശങ്ങൾ നമ്മളെ ഇവിടെ സഹായിക്കാൻ വേണ്ടി എത്തുന്ന ഒരു ആശയമാണ്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതാനായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ പറയുന്ന പോലെ അംശത്തിൽ ന്യൂമറേറ്ററിൽ ഓരോ സംഖ്യയുടെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഹരിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എഴുതുക. അതിൽ ചെറുത് മുതൽ വലുത് വരെ അറേഞ്ച് ചെയ്യുക. അതിന് തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യകളെ അറേഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായ ഉത്തരം കിട്ടും. ക്ലിയർ ആണേ? സെറ്റ് ആണേ?
ഞാൻ ധൃതി കൂട്ടിയൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പറയേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. അതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 163, 160, 161, 162 എന്നിങ്ങനെയാണ്. അഞ്ചാമത്തെ ആളുടെ ഉയരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇവിടെ നോക്കുക, 5 പേരുടെ ഉയരം, ശരാശരി ഉയരം എന്ന് പറയുന്നത്, അപ്പൊ എണ്ണമുണ്ട്, ശരാശരി ഉണ്ട്, 160 ആണ്. അപ്പൊ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 800 എന്ന് പറയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അത് 800 കിട്ടിയത്? 160 ഗുണം 5 ചെയ്തു. ശരാശരി ഇൻറ്റു എണ്ണമാണ് തുക എന്ന് പറയുന്നത്. ഇവിടെ 4 പേരുടെ തുക നമുക്കറിയാം. 4 പേരുടെ തുക എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 163 പ്ലസ് 160 പ്ലസ് 161 പ്ലസ് 162 എന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഇതിനെ 160 പ്ലസ് 3 എന്ന് കാണാം, ഇതിനെ 160 പ്ലസ് 1 എന്ന് ഇതിനെ കാണാം, 160 പ്ലസ് 2 എന്ന് കാണാം. അങ്ങനെ നോക്കിയാൽ എത്ര 160കളുണ്ട്? 4 160കളുണ്ട് അല്ലെ? 0 4 ശിഷ്ടം 2 4 640 എന്ന് വരും. 640 പ്ലസ് ഇവിടെ ഒരു അധികം 3 ഉണ്ട്, ഇവിടെ ഒരു അധികം 1 ഉണ്ട്, ഇവിടെ ഒരു അധികം 2 ഉണ്ട്. അപ്പൊ എത്ര വരും? 3 6 646 എന്ന് വരും. ഈ 800-ൽ നിന്നും 646 കുറയ്ക്കുക. 16 പോയാൽ 4. എടാ, 4-ൽ അവസാനിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഇവിടെയുള്ളൂ. 4-ൽ അവസാനിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി 154. നോക്കുക, ഇവിടെ 9-ൽ 6 പോയാൽ 5, 7-ൽ 6 പോയാൽ 1, 154 എന്ന് ഉത്തരം കിട്ടും. ക്ലിയർ ആണല്ലോ? ഇവിടെ ഞാൻ ആ കണക്ക് കൂട്ടിയ രീതിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെ എത്ര 160കളുണ്ട്? ഇതിനെ ഞാൻ എങ്ങനെ കണ്ടു? ഈ സാധനത്തിനെ ഞാൻ 160 പ്ലസ് 3 എന്ന് കണ്ടു. ഇത് 160 തന്നെ. ഇതിനെ ഞാൻ 160 പ്ലസ് 1 എന്ന് കണ്ടു. ഇതിനെ ഞാൻ 160 പ്ലസ് 2 എന്ന് കണ്ടു. 1 2 3 4 4 160കൾ ചേർന്ന് 640 ഉണ്ടാകുന്നു. അതിന്റെ കൂടെ 3ഉം 1ഉം 2ഉം കൂടെ കൂട്ടിയ 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 640 മാറും, 646 എന്ന് കിട്ടും. അതിനെ 800-ൽ നിന്നും 646 കുറയ്ക്കുമ്പോൾ 154 എന്ന് കിട്ടും. അത് ഒരു ശൈലിയാണ്. ഇനി വേണമെങ്കിൽ ദാ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഒരു രീതി കൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ 160 160 160 160 160 5 160കൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ശരാശരി എത്രയാ? ഒരേ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പൊ ഒരേ സംഖ്യ, ഇപ്പൊ ഒരു 5 ഒരു 10 തവണയുണ്ട്. 10 തവണ 5 എഴുതിയിട്ട് അതിന്റെ ശരാശരി ചോദിച്ചാൽ എന്താ? 5 തന്നെയാണ്. 10 തവണ 20 എഴുതിയിട്ട് ശരാശരി ചോദിച്ചാൽ എത്രയാണ്? 20 തവണയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 5 തവണ 160 എഴുതി. എത്രയാണ് ശരാശരി? 160 തന്നെയാണ്. ഇതിന്റെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? 160 തന്നെയാണല്ലോ. ശരിയാണ്. ഇനി ഇവിടെ നോക്കുക, ആദ്യത്തെ സംഖ്യയുടെ കൂടെ എത്ര കൂടുതലുണ്ട്? 3 കൂടുതലുണ്ട്. രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 1 കൂടുതലില്ല, അപ്പൊ ഒന്നും എഴുതണ്ട. മൂന്നാമത്തെ സംഖ്യയുടെ കൂടെ 1 കൂടുതലുണ്ട്. ഇനി നാലാമത്തെ സംഖ്യയുടെ കൂടെ എത്ര കൂടുതലുണ്ട്? 2 കൂടുതലുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തെ 4 സംഖ്യയുടെ കൂടെ എത്ര കൂടെ ചേർന്നിട്ടുണ്ട് അധികമായിട്ട്? ദാ നോക്കാം, 3ഉം 1ഉം 4 2ഉം 6 കൂടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അതായത് ഈ 160-ൽ നിന്നും ആണ് 6 ഇങ്ങോട്ട് പോയത്. കാരണം ഈ 5 പേരുടെ ശരാശരി 160 ആകണം എങ്കിൽ, ഈ 5 പേരുടെ ശരാശരി 160 ആകണമെങ്കിൽ ഈ 160 ഈ 5 പേരുടെ 160 5 തവണ എഴുതിയാൽ 160 5 തവണ എഴുതിയാൽ ശരാശരി 160 തന്നെ. അതുപോലെ പറയാണ്, വേറെ ഏതോ 5 സംഖ്യകളുടെ ശരാശരി 160 ആണ്. ആ സംഖ്യകളിലെ ആദ്യത്തെ 4 സംഖ്യ 163, 160, 161, 162 ആണ്. അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഈ ഓരോന്നിന്റെ കൂടെ 160-നേക്കാൾ എത്ര കൂടുതലുണ്ടെന്ന് നോക്കുക. 163-ന്റെ കൂടെ ഒരു 3 കൂടുതലുണ്ട്, 161-ന്റെ കൂടെ ഒരു 1 കൂടുതലുണ്ട്, 162-ന്റെ കൂടെ ഒരു 2 കൂടുതലുണ്ട്, 160-ന്റെ കൂടെ പിന്നെ ഒന്നും കൂടുതലില്ല. അപ്പൊ ആകെ എത്ര കൂടുതലുണ്ട്? 6 കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ 160-ൽ നിന്നും ആ 6 അങ്ങ് കുറയ്ക്കുക, 154 എന്ന് കിട്ടും. അതായിരിക്കും അഞ്ചാമത്തെ സംഖ്യ. കാരണം ഇതിൽ നിന്നും 6 എടുത്താണ് ബാക്കിയുള്ളവന്മാർക്ക് കൊടുത്തത്. അപ്പൊ ഈ 160-ൽ നിന്നും 6 കുറയ്ക്കുക, 154 എന്ന് ഉത്തരം കിട്ടും. ചിലപ്പോൾ എല്ലാവർക്കും ദഹിച്ചെന്ന് വരില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പൊ 2 രീതിയും കറക്റ്റാ നമുക്ക് ഉത്തരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇനി മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ബോട്ട് മാസിന്റെ ചോദ്യം. ഒരു ചോദ്യ പേപ്പറിൽ 3 ബോട്ട് മാസ്. അടുത്ത ചോദ്യം. അപ്പൊ ഇവിടെയും നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണെന്നുള്ളത്. എന്നാൽ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ മുൻവിധിയോടുകൂടി എഴുതാൻ നിൽക്കരുത്. 41 - 30 പ്ലസ് 45
+7 ഇൻറ്റു 7. എന്താണ് നിങ്ങളുടെ ചോദ്യത്തിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അവനെ ആദ്യം പരിഗണിക്കുക. ഞാൻ വേറെ ഒന്നും മാറ്റുന്നില്ല. ബ്രാക്കറ്റിനെ ആദ്യം പരിഗണിക്കുന്നു. എത്ര വരും? 45ഉം 7ഉം 45ഉം 7ഉം 52 എന്ന് വരും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇടുന്നു. ഗുണം 7 ഇട്ടു, പ്ലസ് ഇട്ടു, 30 ഇട്ടു, മൈനസ് ഇട്ടു, 41 ഇട്ടു. ഓക്കെ ആണല്ലോ. ഇനി ഇതാ ഇവിടെ എന്താണ്? ഒരു ഗുണനം കിടക്കുന്നു. 52 ഗുണം 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 364 എന്ന് വരും. കാരണം 350ഉം 14ഉം കൂടെ ചേർത്താൽ മതി. ഞാൻ എങ്ങനെ കണ്ടു ഇതിനെ? 50 + 2 ഇൻറ്റു 7 എന്ന് കാണുന്നു. 50 ഗുണം 7 350, 7 ഗുണം 2 14, 2 കൂടെ കൂട്ടുമ്പോൾ 364 എന്ന് കിട്ടി. പ്ലസ് ഇട്ടു, 30 ഇട്ടു, മൈനസ് ഇട്ടു, 41 ഇട്ടു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഇനി അഡീഷൻ ആണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അതങ്ങ് കുറച്ചാൽ മതി. അവിടെ നിങ്ങൾ തെറ്റും. ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഉത്തരത്തിൽ സംഖ്യകളും സബ്ട്രാക്ഷനും അഡീഷനും മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് 41ൽ നിന്ന് 30 പോയാൽ എത്രയാണ്? 9 എന്ന് വരും. 9 പ്ലസ് 364 എന്ന് പറയുന്നത് എത്ര എന്ന് വരും? 375 എന്ന് വരും അല്ലെ? ഇവിടെ എത്രയാണ് വരുന്നത്? സോറി 11. ഇത് നമുക്ക് വരുന്നത് 11. 41ൽ നിന്നും 30 പോയി കഴിഞ്ഞാൽ 11 അല്ലെ? 30ഉം 11ഉം ആണ് 41. 11 എന്ന് വരും. 11ഉം 364ഉം കൂടെ കൂട്ടുമ്പോൾ 375 എന്ന് വരും. 375 കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഇങ്ങനെ മാത്രം വരുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ്. ഇത് ഒരുപാട് പേർക്ക് തെറ്റാനുള്ള കാരണം അല്ലെങ്കിൽ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ളത് ചിന്തിക്കുക. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ നമ്മുടെ ഗണിതക്രിയകളിൽ അവസാനിക്കുന്നുള്ളെങ്കിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ചെയ്തു വരിക എന്നുള്ളത് ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേടാ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ലോക്ക് ചെയ്യുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, ദാ നോക്കിക്കേ. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിന്റെ വേഗത എത്ര? ഇവിടെ പല രീതികളിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അയ്യോ ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് കണ്ടിട്ടുണ്ടതാ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഒക്കെ വരച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെ? എന്താണ് സ്പീഡ്, ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ സ്പീഡ്, ഇവിടെ ടൈം. സ്പീഡ് എന്ന് പറയുമ്പോൾ ആ സ്പീഡിനെ പൊത്തിപ്പിടിക്കുക, ഡിസ്റ്റൻസ് മേളിൽ, താഴെ ടൈം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഇനി ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ളത്. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 250 കിലോമീറ്റർ ബൈ വിമാനത്തിന്റെ വേഗത എത്രയാണ്? അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെ എഴുതണം, അര. കാരണം എന്താണ്? ഇവിടെ കിലോമീറ്റർ പെർ അവറിലാണ് എല്ലാ ഓപ്ഷനും തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാറ്റാനൊന്നും നിൽക്കണ്ട. അപ്പൊ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? 250 ഇൻറ്റു, ദാ നോക്കുക, ഛേദത്തിൽ ഡിനോമിനേറ്ററിൽ വീണ്ടും ഒരു ഭിന്നസംഖ്യ വന്നാൽ അതിന്റെ വ്യുൽക്രമം കൊണ്ട് ന്യൂമറേറ്ററിനെ ഗുണിക്കുക. അതിന്റെ റെസിപ്രോക്കൽ, ന്യൂമറേറ്റർ 250 അല്ലേ? അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് 2/1 അതുകൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ എത്ര വരും? അതുകൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ 2/1 2 തന്നെയാണ്. 250 ഗുണം 2 എന്ന് പറഞ്ഞാൽ 500 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇനി ചിലർക്ക് കൃത്യമായിട്ട് മറ്റൊരു സംശയം ഉണ്ടാകും. എടാ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അരമണിക്കൂറിൽ 250 കിലോമീറ്റർ സഞ്ചരിച്ചു. നമ്മൾ സ്പീഡ് എപ്പോഴും പറയുന്നത് എന്താണ്? 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. അരമണിക്കൂറിൽ 250 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 1 മണിക്കൂറിൽ എത്രയായിരിക്കും? ഈ അര ഒന്നാവാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ രണ്ട് സൈഡിൽ 2 കൊണ്ട് ഗുണിക്കണം. 250ന്റെ ഇരട്ടി 500 കിലോമീറ്റർ. അപ്പൊ അങ്ങനെ ഒറ്റയടിക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. 2 മെത്തേഡുകൾ, 2 രീതികൾ. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് സൗകര്യപ്രദമായി തോന്നുന്നത് അത് ഫോക്കസ് ചെയ്തോ, അത് കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തോ ഉത്തരം കിട്ടും. ക്ലിയർ അല്ലേ? LGS പെർസ്പെക്റ്റീവ് ആണേ കനപ്പിക്കുന്ന ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഒന്ന് മനസ്സറിഞ്ഞ്, ഒന്ന് ലോജിക്കലി, ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. ഓക്കെ ആണ്? ഇനി അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ ശതമാനത്തിന്റെ ആശയം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര?
ഓക്കെയാണ്. വിറ്റ വില എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എപ്പോഴും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിറ്റ വില എല്ലാം ഞാൻ സമ്മതിച്ചു. നമ്മളൊരു കച്ചവടം തുടങ്ങുമ്പോൾ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള 100% കൊടുത്തിട്ടാണ് നമ്മൾ ആ കച്ചവടം തുടങ്ങുന്നത്. അതായത് വാങ്ങിയ വില എന്ന് പറയുന്നത് എന്താണ്? 100%. നമ്മുടെ കയ്യിലുള്ള 100% കൊടുത്തിട്ടാണ് നമ്മൾ ആ കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മുടെ കടയിലേക്ക് സാധനം വാങ്ങിച്ചു വെക്കുന്നത്. ഇനി അത് വിറ്റുപോയപ്പോൾ 100%ത്തേക്കാൾ കൂടുതൽ ലഭിച്ചാൽ ലാഭമായിരിക്കും. ഇത് വിറ്റുപോയി, ഞാൻ എൻ്റെ കടയിൽ 100% കൊടുത്തൊരു സാധനം വാങ്ങി വെച്ചു, വിറ്റുപോയപ്പോൾ എനിക്ക് 110% ലഭിച്ചു. ഞാൻ വാങ്ങിയതിനെ 110% ലഭിച്ചു എന്ന് പറഞ്ഞാൽ 10%, വാങ്ങിയ വിലയുടെ 10% ലാഭമാണ് എനിക്ക് അവിടെ ലഭിച്ചത് എന്നാണ്. ഇനി ഞാനൊരു കടയിൽ സാധനം വാങ്ങിച്ചു വെച്ചു, എൻ്റെ കടയിൽ സാധനം വാങ്ങിച്ചു വെച്ചു. അപ്പൊ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിഷ്ണു കടയിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ അവിടെ ഉള്ള സ്നേഹം കാരണം എന്താണ്, ഒരു 12% കുറച്ചിട്ട് സപ്പോസ് 88%-നാണ് ആ പൊരുള് അവന് വിറ്റത്, അല്ലെങ്കിൽ അവന് കൊടുത്തു വിട്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ സംഭവിച്ചത് 100%-ത്തേക്കാൾ താഴെയാണ് എനിക്ക് കിട്ടിയത് എന്നാണ്. അതായത് 100%, 12% എൻ്റെ കയ്യിൽ നിന്ന് പോയി. 100% മേടിച്ച സാധനം ഞാൻ വിറ്റത് 100%-നാണോ? അല്ല, 100-നേക്കാൾ 12% കുറവിനാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പൊ അവിടെ എനിക്ക് നഷ്ടമാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം നമുക്ക് നോക്കണം, ഈ 100% എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? ലോസ് സംഭവിച്ചു, നഷ്ടം സംഭവിച്ചത് 12% എന്ന് പറഞ്ഞാൽ കിട്ടിയത്, അത് വിറ്റുപോയത് എത്രയാണ്? ഈ കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ 100 - 12 ആയിരിക്കും കിട്ടിയത്. അതായത് എത്ര? 88% കിട്ടിയത്. ഇനി നമ്മളോട് പറയുന്നുണ്ട് എന്താണ്? ഇത് വാങ്ങിയ വില 1600 എടാ, 100% എന്ന് പറയുന്നതാണ് 1600. അങ്ങനെയാണെങ്കിൽ 88% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? പരമ്പരാഗത മെത്തേഡ്. എന്ത് മെത്തേഡ്? ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ശ്രദ്ധിച്ചു, ഇങ്ങനെ 2 ക്രോസ് ലൈൻ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ ആണല്ലോ? 2 ഭാഗത്തും സംഖ്യകൾ കാണുന്നില്ലേ? ഈ ക്രോസ് ചെയ്യുമ്പോൾ 2 ഭാഗത്തും സംഖ്യകൾ ഉള്ളതിനെ തമ്മിൽ ഗുണിക്കുക. 1600 × 88. എന്നിട്ട് ഒരു ഭാഗത്തു മാത്രം സിംഗിളായി നിൽക്കുന്ന സംഖ്യയിലെ അവനെ ഹരിക്കുക. എന്താണ്? പെയറുള്ളവരെ കല്യാണം കഴിപ്പിക്കുക, ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ അടിയിലാക്കുക. പെയറുള്ളവരെ കല്യാണം കഴിക്കുക, ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ അടിയിലാക്കുക. പെയർ ആരൊക്കെയാണ്? 88-ഉം 1600-ഉം. അവരെ തമ്മിൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. 100-നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന 100-ആണ്, 100-നെ അടിയിലാക്കുക. ഇനി എന്ത് ചെയ്യാം? ഈ 0 വിട്ടുപോയി. 16 × 88 എന്ന് വരും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ കാണാം, 10 + 6 × 88 എന്ന് കാണാം കേട്ടോ. ഇത് 10 × 88 880 എന്ന് വരും. 88 × 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 528 എന്ന് വരും. ഇവിടെ 8 0 ശിഷ്ടം 1 8 5 13 1 14 എന്ന് വരും. അതായത് 1408 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി എന്നതായിരിക്കും. ക്ലിയർ ആണ്? എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് മനസ്സിലായി? ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് പറയാണ്. കോസ്റ്റ് പ്രൈസിനെ 100% എന്ന് എടുക്കുന്നു, നഷ്ടം 12%. അപ്പൊ വിറ്റുപോയത് ഈ 100%-ൽ നിന്ന് 12 പോയി, ബാക്കി എത്രയാണോ അത്രയും ശതമാനത്തിനാണ് അത് വിറ്റുപോയത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 88%. വിറ്റ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 100% 1600, വാങ്ങിയ വില 1600 ആയാൽ വിറ്റ വില കണ്ടുപിടിക്കണം. 100% 1600 ആയാൽ 88% എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വഴി, ക്രോസ് മെത്തേഡ് വഴി ചെയ്യാം. 1600 × 88/100 1408 എന്ന് നമുക്ക് അവിടെ കിട്ടും. ക്ലിയർ ആണേ? സെറ്റ് ആണേ? മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം ദാ പിടിച്ചോ. 55 80 എന്നീ 100 55 80 100 എന്നീ സംഖ്യകളുടെ ഉസാഗ. 55 80 100 എന്നീ സംഖ്യകളുടെ ഉസാഗ. എടാ, ഇത് വരച്ചു ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇത് വരച്ചു ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഇവിടെ എന്താണ്? ഇവിടെ ഇപ്പോ 5 വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 11 എന്ന് വരും. ഓക്കെ, ഇവിടെ അടുത്ത് എന്ത് വരും? 16 എന്ന് വരും. ശരിയല്ലേ? 16 × 5 = 80. ഇനി ഇവിടെ എത്ര വരും? ഇവിടെ 25 എന്ന് വരും. 11 16 25. ഇത് ഓഡ് നമ്പർ ആണ്, ഇത് ഈവൻ നമ്പർ ആണ്, ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിനകത്ത് എന്താണ്? കോമൺ ആയിട്ട് ഒന്നുമില്ല. ഈ 3 സംഖ്യകളെ ഒരേപോലെ ഹരിക്കുന്ന സംഖ്യകൾ ഒന്നുമില്ല. അതായത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 1 മാത്രമേ വരികയുള്ളൂ. അപ്പൊ ഇവിടെ കൊണ്ട് നിർത്താം. 5 എന്നതായിരിക്കും എന്ത്? നമ്മുടെ ഉസാഖ, അതായത് ഉത്തമ സാധാരണ ഘടകം.
അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. ഇനി ഇങ്ങനെ ചെയ്യണോന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ ചെയ്യണ്ട. സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. ഇങ്ങനെ 3 സംഖ്യകളുടെ ഉസാഗ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ കൂട്ടത്തിലെ ചെറിയ സംഖ്യയെ തിരഞ്ഞെടുക്കുക. കൂട്ടത്തിലെ ചെറിയ സംഖ്യ എടുക്കുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് അവ ഈ ബാക്കി രണ്ടിനെയും ഹരിക്കുന്നോ എന്ന് നോക്കുക. ബാക്കി രണ്ടിനെയും ഹരിക്കുന്നോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതായിരിക്കും HCF എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ എന്താണ്, അതിന്റെ ഘടകങ്ങൾ നോക്കുക. ചെറിയ സംഖ്യയുടെ ഘടകങ്ങൾ എടുക്കുക. ഘടകങ്ങൾ ഓക്കെ ആണല്ലോ. അതിലെ വലിയ ഘടകം നോക്കുക. വലിയ ഘടകം വെച്ച് നോക്കുക. അതിലെ വലിയ ഘടകം ഏതാണോ അത് ഈ ബാക്കി 2 സംഖ്യകളെയും ഹരിക്കുന്നുവെങ്കിൽ അതായിരിക്കും HCF. അതായത് എന്താണ് ചെയ്യേണ്ടത്, ചെറിയ സംഖ്യയുടെ ഘടകങ്ങൾ നോക്കുക. ഇപ്പോൾ അതിന് 2-ലധികം ഘടകങ്ങൾ ഉണ്ടാകും അല്ലെ. 2-ലധികം, അതിലെ ഏറ്റവും വലിയ ഘടകം എടുക്കുക. അത് ഈ ബാക്കി 2 സംഖ്യകളെ ഹരിക്കുന്നുവെങ്കിൽ അതാകും ഉസാഗ. ഇനി അല്ലെങ്കിൽ തൊട്ടടുത്ത ഘടകം വലിയ ഘടകം എടുക്കുക. അത് ഇതിനെ 2 ഹരിക്കുന്നെങ്കിൽ അതായിരിക്കും ഉസാഗ. അതായത് വലിയ ഘടകം ബാക്കിയുള്ളതിനെ ഹരിക്കുന്നുവെങ്കിൽ അതായിരിക്കും ഉസാഗ. ഓക്കെ ആണല്ലോ. ചിലപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് കത്തി കാണൂല. ഞാൻ പറയാം. ഇവിടെ 3 സംഖ്യകൾ 55, 80, 100. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാ? 55. ഇപ്പൊ 55 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 55 കൊണ്ട് 80-നെയും 100-നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 55 കൊണ്ട് 80-നെ 100-നെ ഹരിക്കാൻ പറ്റില്ല. അപ്പൊ 55ന്റെ ഘടകങ്ങൾ എഴുതണം. ഏതൊക്കെയാണ്? 5ഉം 11ഉം. ശരിയല്ലേ? 11 ഒരു അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ ആണ്. അപ്പൊ വീണ്ടും ഘടകക്രിയ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 5ഉം 11ഉമാണ്. ഈ 11 80-നെ 100-നെ ഹരിക്കുവോ? ഇല്ല. അപ്പൊ പിന്നെ ഈ 5 മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ 80-നെ 100-നെ ഹരിക്കുകയുള്ളൂ. 5 80-നെ ഹരിക്കാൻ പറ്റുമോ? 5 കൊണ്ട് 80-നെ ഹരിക്കാൻ പറ്റുമോ? പറ്റും. 100-നെ 80 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 100-നെ 5-നെ 100 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 100-നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 80-നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ നമ്മുടെ ഉത്തരം 5 ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്താലും മതി. ഇതാ ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. എന്താണ്? കൂട്ടത്തിലെ ചെറിയ സംഖ്യ എടുക്കുക. ആ ചെറിയ സംഖ്യ ബാക്കിയുള്ളവ ഹരിക്കുമെങ്കിൽ അതായിരിക്കും ഉസാഗ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ആ ചെറിയ സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുക. അതിലെ വലിയ ഘടകം എടുക്കുക. ആ വലിയ ഘടകം ബാക്കിയുള്ളതിനെ ഹരിക്കുന്നുവെങ്കിൽ അതായിരിക്കും ഉസാഗ. ഇല്ലെങ്കിൽ തൊട്ടടുത്ത വലിയ ഘടകം എടുക്കുക. അത് ഹരിക്കുന്നുവെങ്കിൽ അതായിരിക്കും ഉസാഗ. കൃത്യമായിട്ടും അവിടെ ഉത്തരം കിട്ടും. സെറ്റ് അല്ലേടാ? ഇതുപോലെ LCM കണ്ടുപിടിക്കാനും മെത്തേഡ് ഉണ്ട്. അടുത്ത വരും വീഡിയോകളിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം കേട്ടോ. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു സംതൃപ്തിയാണ്. ഓക്കെ, അപ്പൊ നോക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കൂട്ടത്തിൽ പെടാത്തത്, കൂട്ടത്തിൽ ചേരാത്തതിനെ കണ്ടുപിടിക്കുക. എടാ, ഇതിന് മറ്റൊരു വാക്കുകൂടി പറയും, ഒറ്റയാനെ കണ്ടുപിടിക്കുക. ഒറ്റയാനെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 പേർക്കും ഒരുപോലെയുള്ള ഒരു ഗുണം പാലിക്കാതെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ. 3 പേർക്കും ഒരുപോലെയുള്ള ഒരു ഗുണം പാലിക്കാതെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ. 3 പേർക്കും ഒരുപോലെയുള്ള ഗുണം പാലിക്കാതെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ വേണം കണ്ടുപിടിക്കാൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ആ പേരിന് അർഹൻ എന്ന് നോക്കുക. ഇവിടെ 8 ഉണ്ട്, 16 ഉണ്ട്, 64 ഉണ്ട്, 27 ഉണ്ട്. 8, 16, 64, 27. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെയാണ് ഘനങ്ങൾ, ക്യൂബുകൾ പഠിക്കുന്ന ആൾ ഹീറോ ആകുന്നത്. 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബാണ്. 64 എന്ന് പറഞ്ഞാൽ 4ന്റെ ക്യൂബാണ്. 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാണ്. ഇനി എങ്ങും പോകണ്ട, 16 തന്നെ. കാരണം 16 എന്ന് പറയുന്നത് ആരുടെയും ക്യൂബ് അല്ല, 4ന്റെ വർഗം എന്നല്ല എടുത്തു പറയേണ്ടത്. കൃത്യമായിട്ടും പറയാ, ബേസ് മനസ്സിലാക്കുക. 3 പേർക്കും പൊതുവായിട്ടുള്ളത് ഇല്ലാതെ പാലിക്കാതെ അവിടെ നിൽക്കുന്നത് ആരാണ്? 16 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 16 എന്നതായിരിക്കും. സെറ്റ് അല്ലേടാ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. 1, 3, 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം 1, 3, 6. നിങ്ങൾ എന്താണെന്നറിയോ, ഇങ്ങനെ ശ്രേണിയുടെ അടുത്ത പദമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആവശ്യമില്ലാത്ത രീതിയിൽ കൂലങ്കഷമായി അങ്ങ് ചിന്തിച്ചു പോകും. എടാ, നിങ്ങൾ ആദ്യം കോമൺ സെൻസോടെ ലോജിക്കലി സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൂലങ്കഷമായിട്ട് വിജ്വലിപ്പിച്ച് ചിന്തിച്ചാൽ മതി. എന്തിന് 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 കോംപ്ലക്സിലേക്ക് നിങ്ങൾ തുടക്കത്തിലേ പോകണം? കണക്കെന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് എന്നല്ല, കണക്കെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നോക്കുക, 1 3 ആയത് എങ്ങനെയാണ്? 2 കൂടി. 3 6 ആയത് എങ്ങനെയാണ്? 3 കൂടി. അപ്പൊ നോർമലി അടുത്ത് എങ്ങനെയായിരിക്കും വരേണ്ടത്? 4 കൂടി. അപ്പൊ എത്ര വരും? 6 4 10 എന്ന് വരും. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 10 എന്നതായിരിക്കും. ഓക്കെ ആണ്. ഓപ്ഷൻ എ 10 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര ലളിതമായി ചിന്തിക്കുന്നു അത്ര ലളിതമായി നമുക്ക് ഉത്തരം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ കൃത്യമായിട്ട് വരും വരായികകളും അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന്റെ പ്രയോറിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ആ ചോദ്യങ്ങൾ പഠിച്ചു മുന്നേറാൻ വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന ബാച്ചാണ് യോധ ബാച്ച്. ഒരൊറ്റ ബാച്ച് 3 എക്സാമുകൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS 3000-ലധികം വേക്കൻസി വരുന്ന കമ്പനി ബോർഡ് LGS, അതുപോലെ ബെവ്കോ LD, VFA ഈ പരീക്ഷകൾക്കൊക്കെ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ആ ജോലി എന്ന സ്വപ്നത്തിന് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇൻപുട്ട്, ഏറ്റവും മനോഹരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് തന്നെ കരുതാം. അതുകൊണ്ട് സമയം കളയേണ്ട, ധൈര്യമായിട്ട് 8281223366 എന്ന നമ്പറിലേക്ക് വിളിച്ചോ. കൃത്യമായിട്ട് ഈ വരാൻ പോകുന്ന പരീക്ഷ അടിപൊളിയായി പഠിച്ചുകൊണ്ട്, അടിപൊളിയായി മോക്ക് എക്സാം എഴുതി, അടിപൊളിയായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തുകൊണ്ട് ഈ പുതിയ എക്സാമിന്റെ സ്ട്രാറ്റജികൾ മനസ്സിലാക്കിക്കൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കാം. കാരണം ഓരോ ജോലിയും ഓരോ പ്രതീക്ഷകളാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. നിങ്ങൾക്ക് ആ ലക്ഷ്യം നേടിത്തരിക എന്നുള്ളത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. കാരണം വിശ്വസിക്കുന്നവർക്ക് എന്നും സൂപ്പർ നോട്ട്സ് കൃത്യമായ അവരുടെ ലക്ഷ്യം നേടി നൽകും. കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ ഓരോ ആളുകളും ഓരോ കുടുംബത്തിന്റെ സൂപ്പർ ഹീറോസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തോളൂ എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം നിങ്ങൾ പല പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ V2 എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോ. അത് മാത്രമല്ല നമ്മുടെ കമന്റിൽ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം, ഫസ്റ്റ് കമന്റ് ആ ഗൂഗിൾ ഫോം ആയിരിക്കും. അതൊന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായി ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി ബോർഡ് LGS, ബെവ്കോ LD എക്സാമിനെ പറ്റിയിട്ടുള്ള ഏതൊരു സംശയവും കൃത്യമായിട്ട് നിങ്ങൾക്ക് ദൂരീകരിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് പഠനത്തിന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. തീർച്ചയായിട്ടും ജോയിൻ ചെയ്തോ, പഠിച്ചു. നമ്മുടെ മുമ്പിലെ സമയം നമ്മൾ കളയരുത്. നാളെ നമുക്ക് റിഗ്രറ്റ് ചെയ്യാനുള്ളതല്ല, നാളെ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാണുവരേക്കും. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമന്റ് ചെയ്യണടാ. വീണ്ടും കാണുവരേക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുവരെ ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ.